ഗുഡ് മോർണിംഗ് സേതു. സേതുവിനോട് ആളുകൾ ചോദിക്കുന്ന പോലെ തന്നെ സർവം കോൺഗ്രസ് മയമാണ് പത്രങ്ങളെല്ലാം. കോൺഗ്രസിൽ എന്ത് സംഭവിക്കും, ആരാവും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച വ്യത്യസ്ത തരം തലക്കെട്ടുകൾ നമുക്ക് പത്രങ്ങളിൽ കാണാൻ കഴിയും. മാതൃഭൂമി പറയുന്നത് തലയെണ്ണൽ കഴിഞ്ഞുവെന്നാണ്. മുഖ്യമന്ത്രിക്കായി കോൺഗ്രസ് ഹിതപരിശോധന അത് കഴിഞ്ഞു, നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി, വിട്ടുവീഴ്ചയില്ലാതെ 3 പക്ഷവും എന്നാണ്. അതിൽ കെ സിക്കൊപ്പം ആരൊക്കെ നിൽക്കുന്നു, അതിൽ പാർലമെൻ്ററി പാർട്ടിയിൽ 47 പേരുണ്ടാകും എന്ന് കെ സി പറയുന്നു. ചെന്നിത്തലയ്ക്കൊപ്പം 23 പേരുടെ കാര്യം പറയുന്നു. സതീശനൊപ്പം പാർലമെൻ്ററി പാർട്ടി 35 MLA-മാരുടെ പിന്തുണ ഉണ്ടാവും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പറയുന്നു. ആ തരത്തിൽ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അതിൽ തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഹെഡ്ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രിപ്പ് ഭയങ്കര രസമാണ്. വല്ലാത്ത വിസ്മയം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇന്ദിരാഭവനിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നിൽക്കുന്ന ചിത്രം വെച്ചുകൊണ്ട് മാതൃഭൂമി അത്തരത്തിലൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അവസാനിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അതുണ്ട്. മലയാള മനോരമയിൽ ആരുടെ ഒപ്പം MLA-മാർ എന്നാണ്. അതിനെ ലേഔട്ട് ചെയ്തപ്പോൾ ആരുടെ 63 MLA-മാർ എന്ന് വേണമെങ്കിലും അതിനെ വായിക്കാം. അത് ഒപ്പം എന്നതിന് 63 എന്നാണ് ഇന്ന് മനോരമ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആരുടെ 63 MLA-മാർ എന്ന ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നു. അതിൽ മറ്റാരുണ്ട് KC അല്ലാതെ എന്നൊരു ഹോർഡിംഗ് ഉണ്ട്, മറ്റാരുണ്ട് VDS അല്ലാതെ, മറ്റാരുണ്ട് RC അല്ലാതെ എന്ന് ഉണ്ട്. ഇത് തൊട്ട് മുൻപ് തെരഞ്ഞെടുപ്പിൽ LDF അല്ലാതെ, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന അതേ ലേഔട്ടിൽ ഡിസൈനിൽ വെച്ചുകൊണ്ടാണ് പലയിടത്തും ഫ്ലെക്സുകൾ പൊന്തിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു കാർട്ടൂൺ കൂടി വെച്ചിട്ടുണ്ട്. അഭിപ്രായം അറിയിച്ച MLA-മാർ 63 MLA-മാരും ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. സതീശിന് വേണ്ടി സംസ്ഥാനമെങ്ങും പ്രകടനങ്ങൾ എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം പറയുന്നത് ഇനി തെരുവിലും ഡൽഹിയിലുമാണ് എന്നാണ്. ഇന്നലെ തെരുവിലായിരുന്നു പല ആളുകളും. പട നയിച്ചവൻ നയിക്കട്ടെ, സതീശിന് വേണ്ടി പലയിടത്തും പ്രകടനം ഉണ്ടാവുന്നു, ഫ്ലെക്സ് വെക്കുന്നു. അത് ഒരു വിഭാഗം ഫ്ലെക്സ് വെക്കുന്നു, മറുവിഭാഗം അത് വലിച്ച് കളയുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ മാധ്യമം ഇന്ന് കൊടുത്തിരിക്കുന്ന ചിത്രം അത് രമേശ് ചെന്നിത്തലയുടെ ചിത്രമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് പാർലമെൻ്ററി പാർട്ടി യോഗത്തിനെത്തിയ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നുവെന്ന ചിത്രത്തിൽ അതിൽ KCയോ അല്ലെങ്കിൽ VD സതീശനോ അല്ല, പകരം രമേശ് ചെന്നിത്തലയാണ് നിൽക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ് ഈ പത്രത്തിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നേരെ തിരിച്ചാണ് കേരള കൗമുദിയുടെ ഹെഡ്ലൈൻ. നിലപാട് കടുപ്പിച്ച് VD സതീശൻ, നോ കോംപ്രമൈസ് എന്നാണ് ഇന്ന് കേരള കൗമുദി ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത്. നിരീക്ഷകർ മടങ്ങി, ഹൈക്കമാൻഡ് തീരുമാനം നിർണായകമാകും, മുഖ്യമന്ത്രി അല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് സതീശൻ പറഞ്ഞു. കൂടുതൽ പിന്തുണ തങ്ങൾക്കെന്ന് KC ക്യാമ്പ് പറയുന്നു. അങ്ങനെ ഒപ്പത്തിനൊപ്പം വന്ന് ചെന്നിത്തല അനുകൂലികൾ പറയുന്നു. ശക്തി പ്രകടനത്തിൽ ഉള്ള അത്തരത്തിലൊരു കാർട്ടൂൺ കൂടി കേരള കൗമുദിയിൽ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. മംഗളം പറയുന്നത് KCക്ക് അത്ര ഈസി അല്ല കാര്യങ്ങൾ എന്നാണ് മംഗളത്തിൻ്റെ ഇന്നത്തെ ഹെഡ്ലൈൻ. പോര് തെരുവിലേക്ക്, സംസ്ഥാന വ്യാപകമായി സതീശൻ അനുകൂലികളുടെ പ്രകടനം, ആലപ്പുഴയിലെ ബോർഡുകൾ നശിപ്പിച്ച് KC അനുകൂലികൾ, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും ഈ വാർത്തയിൽ പറയുന്നത് KC വേണുഗോപാലിന് അത്ര എളുപ്പമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയായി വരാൻ. അതിൽ പലതരം കാര്യങ്ങളുണ്ട്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഘടകകക്ഷികൾ എടുക്കുന്ന നിലപാടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ പ്രവർത്തകരുടെ വികാരം കൂടി പരിഗണിക്കുകയാണെങ്കിൽ KCക്ക് അത്ര എളുപ്പമല്ല എന്നാണ് ഏതായാലും മംഗളം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. സിറാജിലേക്ക് വരുമ്പോൾ അത് ഇനിയിപ്പോൾ ഇത് കോൺഗ്രസ് ഇങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തെ കാര്യങ്ങളാണ്. വിശ്വാസം വീണ്ടെടുത്ത് ഇടതുപക്ഷം തിരിച്ചു വരുമെന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യമാണ് സിറാജ് ഒരു കോളം വാർത്തയായി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനവിധിയെ ആദരിക്കുന്നുവെന്നും ജനവിശ്വാസം വീണ്ടെടുത്ത് ഇടതുപക്ഷം ശക്തമായി തിരിച്ചു വരുമെന്നും ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കുറിച്ചു എന്നുള്ള വാർത്തയാണ് സിറാജ് പറയുന്നത്. ആ വാർത്ത പറയുമ്പോൾ തന്നെ മനോരമയിൽ ഒരു വാർത്തയുണ്ട്. മനോരമ പത്രത്തിൽ അത് ഇങ്ങനെയാണ്: കുറ്റപ്പെടുത്തലുകൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് പിണറായി പറഞ്ഞു എന്നുള്ളതാണ്. LDF യോഗത്തിൽ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു. പാർട്ടിക്കുള്ളിലെ അമർഷം തിരിച്ചറിയാനായില്ലെന്ന് നേതൃത്വം, കണക്ക് വെച്ചുള്ള കളി വേണ്ടെന്നും നേതാക്കൾ. മൗനം വെടിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമ കുറിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത.
ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ ജനയുഗം പത്രത്തിലെ ഇന്നത്തെ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് വിജയെ വീണ്ടും തിരിച്ചയച്ച ഗവർണർ എന്നാണ്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിൽ, ഇടതുപക്ഷത്തിൻ്റെയും VCKയുടെയും പിന്തുണ തേടി ഭരണഘടനയെ മാനിക്കണമെന്ന് CPI അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത കൂടി വെച്ചുകൊണ്ടാണ് ജനയുഗം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ ആ വാർത്തയിൽ പറയുന്നത് രാഷ്ട്രീയം കളിച്ച് അർലേക്കർ എന്നാണ്. ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാമെന്ന് ഗവർണറെ അറിയിച്ചിട്ടും വിജയ്ക്ക് അവസരം നിഷേധിച്ച് തമിഴ്നാട് ഗവർണർ RV അർലേക്കർ. പിന്തുണക്കത്ത് ഇല്ലാത്തതിനാൽ വിജയെ രണ്ടാമത്തെ ദിവസവും ഗവർണർ തിരിച്ചയച്ചു എന്നുള്ള കാര്യമാണ് വീക്ഷണം പത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകിയിരിക്കുന്നത്. സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജിവെക്കില്ലെന്ന് ഉറപ്പിച്ച് മമത എന്ന ഘട്ടത്തിലാണ് ബംഗാൾ നിയമസഭ ഗവർണർ പിരിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുപ്രഭാതം ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. മമതാ ബാനർജി സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ചതിന് പിന്നാലെ നിയമസഭ പിരിച്ചുവിട്ട് പശ്ചിമ ബംഗാൾ ഗവർണർ RN രവി സഭാ കാലാവധി ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിക്കുമെന്നതിനാൽ പ്രത്യേക ഉത്തരവിലൂടെ സഭ പിരിച്ചുവിട്ടതായി ലോക്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എന്ന കാര്യമാണ് സുപ്രഭാതം പറയുന്നത്. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ തന്നെ ജന്മഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ്. ബംഗാളിൽ തൃണമൂൽ അക്രമം വ്യാപകം. PA വധിച്ചവർ ലക്ഷ്യമിട്ടത് സുവേന്ദു അധികാരിയെ. ഇത്തവണ മുഖ്യമന്ത്രിയാകാൻ പോലും കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവചിക്കപ്പെടുന്ന സുവേന്ദു അധികാരിയെ ലക്ഷ്യമിട്ടായിരുന്നു വന്നത് എന്നുള്ള കാര്യമാണ്. BJP പ്രവർത്തകനെ വധിച്ചു, മറ്റൊരാൾക്ക് നില ഗുരുതരം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഉള്ളത്. സുപ്രഭാതം പത്രത്തിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് ഇൻ്റർനാഷണൽ വാർത്തയാണ്, നമുക്കൊക്കെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ്. ഹോർമൂസിൽ ഇറാൻ ഒത്തുതീർപ്പിലേക്ക് എന്നാണ്. ഹോർമൂസ് തുറക്കണമെന്ന ചൈനയുടെ ആവശ്യം അംഗീകരിച്ച് ഇറാൻ. മുജ്തബ ഖംനെയുമായി പെസഷ്കിയാൻ 2.5 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം കൂടി സുപ്രഭാതം പറയുന്നു. ഇറാനും US തമ്മിലുള്ള സംഘർഷം പരിഹരിക്കപ്പെട്ടേക്കുമെന്ന് സൂചന. അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ പരിഗണിച്ചു വരികയാണെന്നും വിവരം ഉടൻ അറിയിക്കാമെന്നും ഇറാൻ പ്രതികരിച്ചു എന്നുള്ള കാര്യമാണ് സുപ്രഭാതം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലും ആ വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: പശ്ചിമേഷ്യൻ യുദ്ധം തടിയൂരാൻ ട്രംപിൻ്റെ നെട്ടോട്ടം എന്നാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ച് തടിയൂരാനുള്ള അവസാനഘട്ട നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ്. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും ഇറാനുമായി അന്തിമ കരാർ ഉടൻ സാധ്യമാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. പ്രതിദിനം 4713 കോടിയോളം രൂപയുടെ യുദ്ധച്ചെലവ് താങ്ങാനാവാത്തതും ആഗോള എണ്ണ വിപണിയിലെ അസ്ഥിരതയുമാണ് US പിന്മാറാൻ നിർബന്ധിതമാക്കുന്നതെന്നാണ് ദേശാഭിമാനി ഇന്ന് ഒന്നാമത്തെ പേജിൽ ഒരു വാർത്തയായി പറയുന്നത്. 2 എഡിറ്റോറിയൽ കൂടി വായിച്ച് നമുക്ക് വേഗത്തിൽ വരാം. 2 എഡിറ്റോറിയലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 എഡിറ്റോറിയലാണ്. അതിൽ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: തെറ്റുതിരുത്തിയാൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ എന്നാണ് ഇടതുപക്ഷത്തോട് മാധ്യമം പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പ് പ്രതിയോഗികൾ പോലും ആഗ്രഹിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൂട്ടായ്മകളും ഇടത് സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന വിമർശനം ആ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പ് പ്രതിയോഗികൾ പോലും ആഗ്രഹിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആ കൂട്ടായ്മ അങ്ങനെ നിലനിൽക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ അതൊരു ഉൾപാർട്ടി വിമർശനമായിരുന്നുവെങ്കിൽ പിന്നീട് ഭരണവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൊതുസമൂഹം തന്നെ ഈ വിമർശനം ഏറ്റെടുത്തു എന്നുള്ള കാര്യം പറയുന്നു. പാർലമെൻറ്റ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനം മുന്നറിയിപ്പ് നൽകിയപ്പോഴും പാർട്ടിയും നേതൃത്വവും അവഗണിച്ചു. ഒടുവിൽ വൻ പതനമാണ് CPMനും ഇടതുമുന്നണികൾക്കും ഉണ്ടായത്. രാജ്യസഭയിലേക്ക് സ്വന്തമായി ഒരാളെ അയക്കാനുള്ള ശക്തി പോലും ഇടതുമുന്നണിക്ക് നഷ്ടമായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ നിബന്ധിച്ചുവെന്ന് അവർ എത്രയും വേഗത്തിൽ ആലോചിക്കട്ടെ എന്നാണ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലുള്ളത്. ദീപികയിലുള്ള എഡിറ്റോറിയൽ ബംഗാളുമായി ബന്ധപ്പെട്ടാണ്. ബംഗാളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്. കൊൽക്കത്ത സിറ്റി ഓഫ് സോറോ എന്നാണ് ഇന്ന് ദീപിക എഡിറ്റോറിയലിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ബംഗാളിൽ വോട്ടെണ്ണലിനിടെ തുടങ്ങിയ അക്രമങ്ങൾ തുടരുകയാണ്. ഇത്തവണ മുൻകാല രാഷ്ട്രീയ ഗുണ്ടകളിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ അക്രമികൾ ദൈവനാമവും ആക്രോശമാക്കിയിരിക്കുന്നു എന്നാണ് ദീപിക പറയുന്നത്. അക്രമങ്ങളിൽ BJP തൃണമൂൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. കൊൽക്കത്തയിൽ ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിരവധി ഓഫീസുകൾ അടിച്ചു തകർക്കുകയും കത്തിക്കുകയും ചെയ്തു. ഹോഗ് മാർക്കറ്റിലെ ഓഫീസ് ബുൾഡോസറിനാണ് ഇടിച്ചു നിരത്തിയത്. പരിസരത്തെ കടകളും തകർത്തു. അക്രമികൾ കടകൾ കൊള്ളയടിക്കുന്നതും പതിവായി. കൊല്ലപ്പെട്ടവരിൽ BJP മുഖ്യമന്ത്രിയാകുമെന്ന് കരുതുന്ന സുവേന്ദു അധികാരിയുടെ PAയും ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നുണ്ട്: രാഷ്ട്രീയക്കാർ വിധിക്കുന്നതെല്ലാം നല്ലതാണെന്ന വിശ്വാസത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിൽ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. പക്ഷേ എതിരാളി
എതിരാളികൾക്ക് മേൽ ബുൾഡോസറുകൾ കയറ്റിയും ദൈവനാമത്തിൽ അപരനെ അടിച്ചു വീഴ്ത്തിയുമല്ല അത് സാധിക്കേണ്ടതെന്ന് ഇന്നലെയും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ദീപിക പറയുന്നത്. കാലാകാലങ്ങളായി ബംഗാളിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ പൂർണ്ണമായും അത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ BJP വന്നപ്പോഴും അതിന് മാറ്റങ്ങളൊന്നുമില്ല എന്നാണ് ദീപികയും പറയാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ നിരവധി രാഷ്ട്രീയ വാർത്തകൾ പ്രത്യേകിച്ചും 3 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങളും അതിൻ്റെ തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിറഞ്ഞു നിൽക്കുന്നതാണ് പത്രങ്ങൾ. നമുക്കും അത്തരം വാർത്തകൾ നിരവധി ഉണ്ട് താനും.